ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലോകത്തെ ആശങ്കയിലാക്കി ഇസ്രയേൽ ഇറാൻ സംഘർഷം 5ാം ദിനവും അതിരൂക്ഷം. ഇസ്രയേൽ ചാരസംഘടന മൊസാദിന്റെ ആസ്ഥാനത്തും മിലിറ്ററി ഇന്റലിജൻസ് സെന്ററിലും ആക്രമണം നടത്തിയെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ വിശ്വസ്തനും ഉന്നത സൈനിക ഉദ്യോഗസ്ഥനുമായ അലി ഷത്മാനിയെ വധിച്ചെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ആക്രമണം തുടരുകയാണ്. തലസ്ഥാന നഗരങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇരു രാജ്യങ്ങളുടെയും ആക്രമണം. ഇസ്രയേൽ തലസ്ഥാനം ടെൽ-അവീവിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രയേൽ ചാരസംഘടന മൊസാദിന്റെ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അവകാശവാദം. ആക്രമണത്തിൽ ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് സെന്റർ തകർന്നെന്നും ഇറാൻ. ഇസ്രയേൽ മണ്ണിൽ ഏറ്റവും കഠിനമായ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെ ഇറാൻ സേനയുടെ യുദ്ധകാര്യങ്ങളുടെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ വധിച്ചെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും വ്യക്തമാക്കി. ഇറാൻ സർക്കാരിന്റെ പ്രധാന ബാങ്കായ സെപയിൽ ഇസ്രയേൽ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇന്നലെ ഇറാൻ ടെലിവിഷൻ IRIBയുടെ ആസ്ഥാനത്തുണ്ടായ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ ജീവനക്കാരൻ മരിച്ചു. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു. ടെഹ്റാനിൽ നിന്ന് ജനം മാറണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ നഗരത്തിൽ കനത്ത ഗതാഗത തടസ്സമുണ്ടായി. നഗരം വിടാൻ ജനം കൂട്ടത്തോടെ വാഹനങ്ങളുമായി ഇറങ്ങിയതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. ഇരു രാജ്യങ്ങളിൽ നിന്നും വിദേശ പൗരന്മാർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്. 17 രാജ്യങ്ങളിലുള്ള 600 പേർ ഇറാനിൽ നിന്ന് മടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിച്ചെന്ന് ചൈന വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാന് അമേരിക്കയുടെ ശക്തമായ മുന്നറിയിപ്പ്. നിരുപാധിക കീഴടങ്ങൽ മാത്രമേ ഇനി ഇറാന് മുന്നിലുള്ളൂവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പരമോന്നത നേതാവ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാമെന്നും ഈ അവസരത്തിൽ അവിടെ ആക്രമിക്കില്ലെന്നും അതിനു മുൻപ് നിരുപാധികം കീഴടങ്ങുന്നതാണ് നല്ലതെന്നും ട്രംപിന്റെ പോസ്റ്റ്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ അന്ത്യശാസനം. അതേസമയം ടെൽ-അവീവിനെയും ഹൈഫയെയും ഇറാൻ ആക്രമിക്കുമെന്ന സൂചനകളും പുറത്തുവന്നു. ജനങ്ങളോട് മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടുള്ള ഇറാൻ സായുധ സേനാ മേധാവിയുടെ വീഡിയോ സന്ദേശവും പുറത്തുവന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെയും മേഖലയിലെ എണ്ണ പ്രകൃതിവാതക കയറ്റുമതി സാധാരണ നിലയിൽ നടക്കുന്നുണ്ടെന്നും എന്നാൽ സംഘർഷം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ സമുദ്ര ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമണ ലക്ഷ്യമാക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും ഖത്തർ വിദേശകാര്യ വക്താവും പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ ഡോക്ടർ മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. تحرص صاحب السمو أمير البلاد المفدى خلال هذا الأسبوع حيث التقى يوم ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമണ ലക്ഷ്യമാക്കുന്നത് അത്യപൂർവ സംഭവമാണെന്നും ആഗോള ഊർജ്ജ വിപണിയെയും മേഖലയുടെ സുരക്ഷയെയും ഇത് പ്രതികൂലമായി വലിയ തരത്തിൽ ബാധിക്കുമെന്നും ഇന്ന് ദോഹയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു. 7 വർഷത്തിനു ശേഷം ആദ്യമായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ സംഘർഷം രൂപപ്പെട്ടത്. മേഖലയിലെ പല രാജ്യങ്ങളും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ഒരു കരാറിലെത്തുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണച്ചിരുന്നുവെന്നും പ്രവചിക്കാൻ കഴിയാത്ത ഒരു വലിയ യുദ്ധത്തിൽ നിന്ന് മേഖലയെ സംരക്ഷിക്കാൻ അമേരിക്ക, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി, മറ്റ് അന്താരാഷ്ട്ര ഏജൻസികൾ എന്നിവയുൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുമായി ചേർന്ന് ആശയവിനിമയം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ കക്ഷികളും സംഘർഷം ലഘൂകരിക്കാൻ പ്രവർത്തിക്കുമ്പോൾ ഒരു കക്ഷി മാത്രം സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുത്താനും സ്ഥിതി കൂടുതൽ വഷളാക്കാനും ശ്രമിക്കുന്നതിനാൽ നിലവിലെ സാഹചര്യം സംഘർഷ പരമ്പരയുടെ ഒരു പുതിയ ഘട്ടമായാണ് കണക്കാക്കുന്നതെന്നും ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു. അതേസമയം വെല്ലുവിളികൾ നിറഞ്ഞ ഭീഷണമായ ഈ സാഹചര്യത്തിലും മേഖലയിലെ സമുദ്ര ഗതാഗതം സാധാരണഗതിയിൽ തുടരുന്നുണ്ട്. എന്നാൽ സംഘർഷം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ സമുദ്ര ഗതാഗതത്തിനും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഇതുവരെ ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ടില്ലെന്നും ഇറാനും അമേരിക്കയ്ക്കുമിടയിലെ മധ്യസ്ഥതയിൽ ഖത്തറിന് വലിയ പങ്കാളിത്തമുണ്ടെന്നും അത് നല്ല നിലയിൽ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധി നയതന്ത്ര തലത്തിൽ പരിഹരിക്കാൻ അമേരിക്ക ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വിശ്വാസമെന്നും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും ഡോക്ടർ മാജിദ് അൽ അൻസാരി കൂട്ടിച്ചേർത്തു. അൻവർ പാലേരി, 24, ദോഹ. ഇറാൻ ഇസ്രയേൽ സംഘർഷം സംബന്ധിച്ച് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുമായി ചർച്ച നടത്തി.
ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധത ഇരുവരും ചർച്ചയിൽ ഉറപ്പിച്ചു പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ പരിഹാരമാണ് ജനങ്ങൾക്ക് ആവശ്യമെന്നും ഇരുവരും കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. ദേശീയ ദുരന്ത നിവാരണ മാനേജ്മെന്റ് പരീക്ഷണത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ബഹ്റൈനിലുടനീളം സൈറൺ മുഴക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്നതിനെക്കുറിച്ച് അവബോധം ഉയർത്തുന്നതിന് വേണ്ടിയായിരുന്നു നടപടി. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര വിമാനത്താവള പ്രതികരണ സംവിധാനം സജീവമാക്കി UAE. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കുന്നതിനായാണ് തീരുമാനം. മേഖലയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രക്കാരുടെ സുഗമമായ യാത്ര ഉറപ്പുവരുത്താനായി വിപുലമായ പദ്ധതിയാണ് UAE നടപ്പാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഫീൽഡ് ടീമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കാനും വിമാനങ്ങളുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട എയർലൈനുകളുമായി ഫീൽഡ് ടീമുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കും. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജോർദാൻ, ലെബനൻ, ഇറാഖ്, ഇറാൻ, ഇസ്രായേൽ, സിറിയ എന്നിങ്ങനെ 6 രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചതായി UAE വിമാന കമ്പനികൾ അറിയിച്ചു. അതിനിടെ താമസ സന്ദർശക വിസ കാലാവധി പിന്നിട്ട് UAE താമസിക്കുന്ന ഇറാൻ പൗരന്മാരുടെ പിഴകൾ ഒഴിവാക്കാൻ UAE പ്രസിഡന്റ് ഉത്തരവിട്ടിട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് യാത്ര സാധ്യമല്ലാത്ത പശ്ചാത്തലത്തിലാണ് നടപടി. 24 ദുബായ്. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ നേതൃത്വത്തിൽ രാസലഹരിക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെയുള്ള റിവൈവ് ദി യൂത്ത് ബോധവൽക്കരണ സെമിനാർ നടത്തി. BMC അക്കാദമിക് എക്സലൻസ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹിക തിന്മകൾക്കെതിരെ റിവൈവ് ദ യൂത്ത് എന്ന ബോധവൽക്കരണ സെമിനാറും BMC എക്സലൻസ് അവാർഡും സംഘടിപ്പിച്ചു. ഷഗയ BMC ഹാളിൽ ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് DMC ബഹ്റൈൻ ചാപ്റ്ററും പാൻ ബഹ്റിനും ചേർന്ന് ഒരുക്കിയ ബോധവൽക്കരണ സെമിനാറിൽ മുഖ്യാതിഥിയായി മുൻ ഇന്ത്യൻ സ്ഥാനപതിയും മുതിർന്ന നയതന്ത്രജ്ഞനും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മുൻ അധ്യക്ഷനുമായ TP ശ്രീനിവാസൻ, മുഖ്യപ്രഭാഷകയായി സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുകയും അടുത്തിടെയായി കൌമാരക്കാരുടെയും കുട്ടികളുടെയും ഇടയിൽ വർദ്ധിച്ചുവരുന്ന രാസലഹരി ഉപയോഗത്തിനും സാമൂഹിക തിന്മകൾക്കുമെതിരെ മാതാപിതാക്കളിലും കുട്ടികളിലും അവബോധം വളർത്തി ശാക്തീകരിക്കുക എന്നതാണ് ഈ സെമിനാറിലൂടെ തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തു. To face the challenges of the modern world, നമ്മുടെ മക്കളൊക്കെ പ്രാപ്തരാണോ? ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് നമ്മുടെ സെമിനാറിന്റെ പേര് ബോധവൽക്കരണ ക്ലാസ് എന്ന് തന്നെയാണ്. ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായി ശ്രമിക്കുന്നവർക്കെതിരെ വിദ്യാർത്ഥികളും യുവാക്കളും ജാഗ്രത പാലിക്കണമെന്നും ബോധവൽക്കരണം, ലഹരി ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക, ആരോഗ്യകരമായ സമൂഹത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമിട്ട് തങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും TP ശ്രീനിവാസൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ലഹരിക്ക് അടിമയാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നും ലഹരി മരുന്നുകളിൽ നിന്ന് എങ്ങനെ മോചനം സാധ്യമാകുമെന്നീ കാര്യങ്ങളും അഡ്വക്കേറ്റ് ദീപ ജോസഫ് തന്റെ മുഖ്യ പ്രഭാഷണത്തിൽ ഉദാഹരണ സഹിതം സദസ്സിന് വ്യക്തമാക്കി. ഇന്ന് മനുഷ്യരുടെ ആയുസ് 100ഉം 102ഉം 110ഉം 120ഉം ആണെന്നിരിക്കെ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. ഏറിയാൽ 30, 40, 50, അതിനിടയ്ക്ക് കരളില്ല, അല്ലെങ്കിൽ ഹൃദയം നിശ്ചലമായി, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നമായി വീട്ടിലിരുന്നോ വഴി കിടന്നോ ഒക്കെ ഒരു നിമിഷം കൊണ്ട് തീരുന്ന ഒരു ജീവിതമായി നമ്മുടെയൊക്കെ ജീവിതം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ PV ചെറിയാൻ, DMC കൺവീനർ സാനി പോൾ, പാൻ ബഹ്റിൻ പോളിപ്പറമ്പി, സാമൂഹിക പ്രവർത്തകൻ ജോസ് KT എന്നിവർ സെമിനാറിൽ സംസാരിച്ചു. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന സെമിനാറിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. BMC കുടുംബാംഗങ്ങളിൽ നിന്ന് CBSE 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള BMC അക്കാദമിക് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങും സെമിനാറിന് ശേഷം വേദിയിൽ നടന്നു. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ 97% മാർക്ക് കരസ്ഥമാക്കിയ ഇഷിക പ്രദീപിന് IMAC BMC ടോപ്പർ അവാർഡ് TP ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവർ ചേർന്ന് കൈമാറി. TP ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവരെ ബഹ്റൈൻ മീഡിയ സിറ്റി മെമന്റോ നൽകി ആദരിച്ചു. ഇഷിക പ്രദീപ് അവതാരകയായ ചടങ്ങിൽ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ പ്രമുഖരും BMC കുടുംബാംഗങ്ങളും പങ്കെടുത്തു. 24 ബഹ്റൈൻ. വേനൽ അവധിക്കാലം ആഘോഷമാക്കാൻ സമ്മർ വിത്ത് ലുലു ക്യാമ്പയിന് UAEയിൽ തുടക്കം. ക്യാമ്പയിനോടനുബന്ധിച്ച് UAEയിലെ എല്ലാ ലുലു സ്റ്റോറുകളിലും ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഓഫറുകളാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ക്യാമ്പയിൻ ജൂലൈ 31 വരെ നീണ്ടു നിൽക്കും. വേനൽക്കാലം ബജറ്റ് ഫ്രണ്ട്ലിയായി ആഘോഷമാക്കാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്ക് ലുലു നൽകുന്നത്. ഗ്രോസറി, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്, ട്രാവൽ ആക്സസറീസ്, ഫാഷൻ ഉൽപ്പന്നങ്ങൾ തുടങ്ങി
നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും മികച്ച ഓഫറുകളാണ് ക്യാമ്പയിനിലൂടെ ലഭ്യമാവുക. കുട്ടികൾക്കായി ഫ്രീ സമ്മർ ക്യാമ്പയിൻ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ദുബായ് സിലിക്കൺ സെൻട്രൽ മാളിൽ നടന്ന ചടങ്ങിൽ ക്യാമ്പയിന് ഔദ്യോഗിക തുടക്കമായി. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇത് ഒരുപാട് ഫാമിലീസ് സമ്മർ സീസണിൽ ഇവിടുന്ന് ട്രാവലിംഗ് ഇല്ല, എല്ലാവരും ഇവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് പുറത്ത് പാർക്കിലോ അല്ലെങ്കിൽ പുറത്തുള്ള ബീച്ചിലോ ഒക്കെ പോകൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഈ ക്യാമ്പയിൻ ചെയ്യുന്നതിലൂടെ അവർക്ക് വന്ന് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. വേനൽക്കാലത്തിന് അനുയോജ്യമായ ഫാഷൻ ശേഖരവുമായി ട്രാവൽ ഇൻ സ്റ്റൈല്, സൺഗ്ലാസുകൾക്ക് മികച്ച ഓഫറുകളുമായി ഹലോ സമ്മർ തുടങ്ങി ആകർഷകമായ പ്രൊമോഷനുകളാണ് ലുലു സ്റ്റോറുകളിൽ നടക്കുന്നത്. വൈവിധ്യമാർന്ന ജ്യൂസുകളുടെയും പാനീയങ്ങളുടെയും രുചിഭേദങ്ങളുമായി സിപ്പ് സമ്മർ, മെലൺ ഫെസ്റ്റ്, ചോക്ലേറ്റുകളുടെ വ്യത്യസ്തമായ ശേഖരവുമായി ഹാപ്പിനെസ് ഇൻ എവറി ബൈറ്റ് പ്രൊമോഷനും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കായി സർപ്രൈസ് സമ്മാനങ്ങളും 100 ദിർഹത്തിൽ കൂടുതൽ ഷോപ്പ് ചെയ്യുന്ന 20 ലക്ഷം ദിർഹം വരെയുള്ള ഡയമണ്ട് ഗിഫ്റ്റുകളും ലഭിക്കും. ലുലുവിന്റെ വാല്യൂ ഷോപ്പിംഗ് സ്റ്റോറായ ലോട്ടിലും മികച്ച ഓഫറുകൾ ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഈദ് അവധിക്ക് പിന്നാലെ ട്രിപ്പിൾ ഓഫറുകളുമായി സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ജൂൺ 24 വരെ ഗ്രോസറി, അവശ്യ സാധനങ്ങൾ, ഫാഷൻ, ഇലക്ട്രോണിക്സ് അടക്കം എല്ലാ കാറ്റഗറികളുമായി 3 പ്രത്യേക ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. സമ്മർ സെയിൽ, കിക്ക് ഓഫർ, ബിലോ 30 റിയാൽ എന്നിങ്ങനെയാണ് ഓഫറുകൾ. ജൂൺ 18 മുതൽ എല്ലാ കാറ്റഗറികളിലും 30 റിയാലിന് താഴെ മാത്രം വില നൽകി അവശ്യ സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. സമ്മർ സെയിലിന്റെ ഭാഗമായി ഫാഷൻ, ഫുഡ്വെയർ, ലേഡീസ് ബാഗ്സ്, ബേബി ആക്സസറീസ്, ഐവെയർ, ഹൗസ് ഹോൾഡ്, ബ്ലഷ് വിഭാഗങ്ങളിൽ 70% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പ് മത്സരങ്ങളുടെ ഭാഗമായ കിക്ക് ഓഫറുകളിലൂടെ TV, മൊബൈൽ, വീട്ടുപകരണങ്ങൾ, വൈവിധ്യമാർന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയ്ക്ക് അവിശ്വസനീയമായ ഡിസ്കൗണ്ടുകളുമുണ്ട്. ജിദ്ദയിലെ ഇന്ത്യൻ സ്കൂൾ പാരന്റ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പാരന്റ്സ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കുള്ള അവാർഡ് 20 വർഷത്തോളമായി ഇസ്പാഫ് വിതരണം ചെയ്യുന്നുണ്ട്. ഇഫത്ത് യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ റീം അൽ മദനി മുഖ്യാതിഥിയായിരുന്നു. പ്ലസ് 2 അവാർഡ് ജേതാക്കൾക്ക് യൂണിവേഴ്സിറ്റിയുടെ 50% സ്കോളർഷിപ്പ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെയും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. ഇസ്പാഫ് ജിദ്ദ പ്രസിഡന്റ് മുഹമ്മദ് ബൈജു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് ഫൈസൽ സംസാരിച്ചു. 4 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ ഇന്നും വ്യാപക നാശം. റെഡ് അലർട്ട് നിലനിൽക്കുന്ന കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പലയിടത്തും വെള്ളം കയറി. കാസർഗോഡും കോഴിക്കോടുമായി 3 പേർ മുങ്ങി മരിച്ചു. ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായ മഴയിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കനത്ത നാശനഷ്ടം. കുട്ടിലുവിൽ കഴിഞ്ഞ ദിവസം കാണാതായ ഭവാനിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തെ തോട്ടിലായിരുന്നു മൃതദേഹം. ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ വിള്ളൽ രൂപപ്പെട്ടു. നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൈതക്കാട് ജവാൻ നഗറിൽ മണ്ണിടിഞ്ഞു. തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ നെടുംകണ്ടത്തെ 10 വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ ചുണ്ണാമ്പ് ഫാക്ടറി പകുതിയോളം മുങ്ങി. ഇതുവരെ ഇങ്ങനെ നമ്മൾ ഒരു 10-15 വർഷം മുമ്പിലാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ കയറി. വലിയ നഷ്ടം തന്നെ. നമ്മൾ ഈ പ്രദേശത്തിൽ എല്ലാവർക്കും ഭയങ്കര നഷ്ടം തന്നെ. മഞ്ചേശ്വരം മിയാപദവിൽ മണ്ണിടിച്ചിലുണ്ടായി. കണ്ണൂർ തളിപ്പറമ്പ് നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാക്കത്തോട്, മുക്കോല, അള്ളാംകുളം എന്നിവിടങ്ങളിൽ കടകളിൽ വെള്ളം കയറി. തളിപ്പറമ്പ് മുയ്യം റോഡിൽ മതിൽ തകർന്ന് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കൂനം സ്വദേശി സുനേഷിനാണ് പരിക്കേറ്റത്. വെള്ളം കയറിയതിനെ തുടർന്ന് ചെറുകുന്ന് LP സ്കൂളിന് അവധി നൽകി. കൊട്ടിയൂർ ദർശനത്തിന്റെ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാന്തിന്റെ മൃതദേഹം കണ്ടെത്തി. പുഴയിൽ കാണാതായ കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനായി തിരച്ചിൽ തുടരുകയാണ്. മഴക്കെടുതിയിൽ കോഴിക്കോട് ജില്ലയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. കല്ലൂട്ടിവയൽ ഷംസീർ, 2.5 വയസ്സുകാരി നക്ഷത്ര എന്നിവരാണ് മരിച്ചത്. ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. മലപ്പുറം പൂക്കോട്ടുംപാടത്ത് കിണർ ഇടിഞ്ഞു. പായമ്പാടം തേനാമൂച്ചി കുട്ട്യാലിയുടെ വീടിന്റെ കിണറാണ് ഇടിഞ്ഞത്. ശക്തമായ മഴ തുടരുന്നതിനാൽ മലബാർ മേഖലയിലെ മലയോര പാതകളിൽ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. കനത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. തൃശൂരിലും എറണാകുളത്തും വീടുകൾ തകർന്നു. തൊടുപുഴയിലും കുന്നംകുളത്തും വീടുകൾ തകർന്ന ആളുകൾക്ക് പരിക്കേറ്റു. തൃക്കാക്കരയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. തിരുവല്ലയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഇന്ന് രാവിലെ മഴ പല ഭാഗങ്ങളിലും മാറുന്നെങ്കിലും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ വീട് തകർന്നു. വീട്ടിലുള്ളവർ പുറത്തേക്കോടിയതിനാൽ വലിയ ദുരന്തമൊഴിവായി.
തൊടുപുഴ കുമാരമംഗലത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ആലുവ കാലടി മേഖലയിലും വീടുകൾക്ക് മുകളിൽ മരം വീണ് അപകടമുണ്ടായി. കുട്ടമ്പുഴ ഇമ്പിളാശ്ശേരി ഉന്നതിയിൽ മരം വീണ് 3 വീടുകൾ തകർന്നു. പൂയംകുട്ടി മണികണ്ഠൻചാൽ വെള്ളത്തിൽ മുങ്ങി. ഏലൂരിൽ മരമൊടിഞ്ഞു വീണ് അധ്യാപികയ്ക്കും വിദ്യാർത്ഥിക്കും പരിക്കേറ്റു. ഇന്ന് വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ തിരുവല്ല മീന്തലക്കരയിൽ വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. തൃക്കാക്കരയിൽ പള്ളത്തുപടി വളവക്കാട് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഇനിയും മണ്ണിടിയുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 24 കൊച്ചി. സർവകലാശാല അധ്യാപക നിയമനങ്ങൾക്കുള്ള തടസ്സം നീക്കാൻ നിയമോപദേശം തേടണമെന്ന് വൈസ് ചാൻസലർമാരോട് ഗവർണർ. കേരള സർവകലാശാല ആസ്ഥാനത്ത് ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനെതിരെ SFI ബാനറുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. ഗവർണർക്കെതിരെ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി. രാജ്ഭവനിൽ ചേർന്ന വൈസ് ചാൻസലർമാരുടെ യോഗത്തിലാണ് ഗവർണറുടെ നിർദ്ദേശങ്ങൾ. സർവകലാശാലകളുടെ അക്കാദമിക് കലണ്ടർ കൃത്യമായി പാലിക്കണം. അധ്യാപക നിയമനത്തിലുള്ള തടസ്സങ്ങൾ നീക്കാൻ നിയമോപദേശം തേടണം. പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ സർവകലാശാലകൾക്ക് ലഭിക്കാനുള്ള പണത്തിന്റെ വിശദാംശങ്ങൾ രാജ്ഭവനെ അറിയിച്ചാൽ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാമെന്നും വൈസ് ചാൻസലർമാർക്ക് ഗവർണർ ഉറപ്പു നൽകി. ക്യാമ്പസ് രാഷ്ട്രീയത്തെ സെനറ്റ് യോഗത്തിൽ ഗവർണർ വിമർശിച്ചു. യോഗത്തിലെത്തിയ ഗവർണർക്കെതിരെ SFI പ്രതിഷേധവുമുണ്ടായി. ബാനർ ഉയർത്താനുള്ള ശ്രമം ആദ്യം പോലീസ് തടഞ്ഞു. ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഫ്ലെക്സ് സർവകലാശാല ആസ്ഥാനത്ത് വെച്ചതും പോലീസ് എടുത്തുമാറ്റി. സെനറ്റ് യോഗശേഷം ഗവർണർ മടങ്ങിപ്പോയപ്പോൾ SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് വി നീഡ് ചാൻസലർ നോട്ട് ഗാന്ധി അസാസിൻ സവർക്കർ എന്ന ബാനറും യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കെട്ടി. ഗവർണറെ വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി. ഇന്ത്യ ഒട്ടാകെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു രാജ്ഭവനിൽ കാവ്യവൽക്കരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ അതിശക്തിയൊന്നുമില്ല. അത് ഓരോ സ്ഥാനത്തിരിക്കുന്ന അവസരത്തിൽ എങ്കിലും ആ സ്ഥാനത്തിൻ്റെ മഹത്വം അറിയേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണറും അത് തിരിച്ചറിയുന്നതായിരിക്കും നല്ലത്. 24 തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടെ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കാതെ രാജ്ഭവൻ. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വി അനന്തൻ നാഗേശ്വരന്റെ പ്രഭാഷണ വേദിയിലാണ് ഭാരതാംബയുടെ ചിത്രം വെച്ചത്. ചിത്രത്തിന് മുന്നിൽ സ്ഥാപിച്ച വിളക്ക് കൊളുത്തുകയും ഗവർണർ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിച്ച ചടങ്ങിലാണ് ഭാരതാംബ ചിത്രം ഉപയോഗിച്ചത്. ഇനി മുതൽ രാജ്ഭവനിൽ നടക്കുന്ന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ചിത്രം ഒഴിവാക്കുമെന്നാണ് സൂചന. എന്നാൽ രാജ്ഭവൻ സ്വന്തം നിലയിൽ നടത്തുന്ന പരിപാടികളിൽ ചിത്രം തുടർന്നും ഉപയോഗിക്കുമെന്ന സന്ദേശമാണ് ഗവർണർ ഇന്നത്തെ പരിപാടിയിലൂടെ നൽകിയത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.